മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണ പറയുന്നുണ്ട്, നാളെയാണെങ്കിൽ ആനന്ദുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ ഒരു കൂട്ടക്കരച്ചിലുണ്ടാവും. അച്ഛനാണെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോൾ, നിൻ്റെ അച്ഛനല്ലേ ഓരോ മണ്ടത്തരങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് പിന്നീട് നീ കരയേണ്ടത് ഞാൻ കാണേണ്ടി വരുമെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് കരുണ ചോദിക്കുന്നുണ്ട്, ലക്ഷ്മിയുടെ കുഞ്ഞ് പോകുന്നത് കൊണ്ട് ഉണ്ണിയേട്ടന് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. അമ്മാവനെ പോലെ എനിക്കും പൈസ നാളെ കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നിലച്ചു പോകുമെന്നെല്ലാം പറയുമ്പോൾ, അതിനെന്തിനാണ് ഉണ്ണിയേട്ടൻ ഇങ്ങനെ വിഷമിക്കുന്നത്? ഉണ്ണിയേട്ടന് നല്ല ബാങ്ക് ബാലൻസ് ഇല്ലേ എന്ന് ചോദിക്കുന്നു. അതിൽ നിന്നും കിട്ടുന്ന പലിശ മാത്രം പോരെ നമുക്ക് നന്നായിട്ട് തന്നെ ജീവിക്കാൻ എന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, ആ ഒരു പൈസ കൊണ്ട് നീ എങ്ങനെ ജീവിക്കും? നിന്നെ അതുപോലെയല്ലല്ലോ നിൻ്റെ അച്ഛൻ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ അച്ഛൻ്റെ ലോറികളെല്ലാം വിറ്റിട്ട് ആ പൈസ എൻ്റെ ബാങ്കിലോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇടാൻ പറയും. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ നല്ല രീതിക്ക് തന്നെ നോക്കാമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അതെന്തിനാണ് ഉണ്ണിയേട്ടൻ്റെ ബാങ്കിലിടുന്നത്? അത് എൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ജീവിക്കാമെന്നെല്ലാം പറയുന്നത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഒന്നും പറയണ്ട, കിടന്നുറങ്ങാൻ നോക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ കിടക്കുന്നു. പിന്നീട് മകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ച് വളരെ വിഷമിച്ചിരിക്കുകയാണ് ജാനമ്മ. അങ്ങനെ ജാനമ്മയുടെ അടുത്തോട്ട് മകനും മരുമകളും കൂടെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഞാനാണെങ്കിൽ അമ്മയുടെ ഷെൽഫിൽ ആ കുഞ്ഞിന് കൊടുക്കാനുള്ള പൊടി വെച്ചിട്ടുണ്ട്. അത് നാളെ അമ്മ കുഞ്ഞിന് കൊടുക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാനമ്മേനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മകൻ. ജാനമ്മ പറയുന്നുണ്ട്, ഞാൻ ഒരു കുഞ്ഞുങ്ങളെപ്പോലും ഇങ്ങനെ ദ്രോഹിച്ചിട്ടില്ല, എനിക്കങ്ങനെ ചെയ്യാനായിട്ട് കഴിയില്ല, ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നെല്ലാം പറയുമ്പോഴേക്കും മകൻ പറയുന്നുണ്ട്, ദൈവം ഇതുവരെ എന്താണ് നമ്മളെ കാണാതിരുന്നത്? നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ ദൈവം കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, നീ ഇങ്ങനെ ദൈവകോപം പറയാതെ മോനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാനമ്മ വളരെയേറെ കരയാണ്. അവരോടുള്ള സ്നേഹം പോലും ഞങ്ങളോട് ഇല്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മരുമകളും മകനും കൂടെ ദേഷ്യപ്പെടുന്നുണ്ട് ജാനമ്മയോട്. എന്നിട്ട് ഈ കൃത്യം നിർവഹിച്ചിട്ടേ അമ്മ നാളെ വരാൻ പാടുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മകനും മരുമകളും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പോകുന്നു. ജാനമ്മയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ചങ്ക് പൊട്ടി കരയുകയാണ്. പിന്നീട് പിറ്റേ ദിവസം മകൻ പറഞ്ഞതനുസരിച്ച് ആ പൊടിയെല്ലാം എടുത്തുകൊണ്ട് തന്നെ മഹിയുടെയും ലേഖയുടെയും അടുത്ത് ചെല്ലുന്നുണ്ട്. രാവിലെ ലക്ഷ്മി മോള് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കുഞ്ഞ് വളരെ കരച്ചിലായിരുന്നു രാത്രിയിലെന്ന് പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന ലേഖയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. കുഞ്ഞ് പിന്നെ കരയില്ലേ, കുഞ്ഞുങ്ങളായാൽ പിന്നെ കരയാതെ പിന്നെ എന്ത് ചെയ്യാനെന്നെല്ലാം പറയുന്നത് കേട്ട് ജാനമ്മ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ എടുക്കുന്നതിനും നോക്കുന്നതിനൊക്കെ ഒരു വശമുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞങ്ങനെ കരയുന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും ഇതെല്ലാം കേൾക്കുന്ന ലേഖയ്ക്കാണെങ്കിൽ വളരെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ജാനമ്മയാണെങ്കിൽ കുഞ്ഞിൻ്റെയും അമ്മയുടെയും അടുത്തോട്ട് ചെല്ലുന്നു. അങ്ങനെ ജാനമ്മയെ കാണുന്നതും മഹിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നു. ജാനമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വളരെയേറെ താലോലിക്കുന്നുണ്ട്. മോളെന്തിനാണ് കരയുന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് കുഞ്ഞിനെ തൊട്ടിയിലിട്ട് ആട്ടുന്നതെല്ലാം കാണുമ്പോഴേക്കും മഹി വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. കുഞ്ഞതിന് ശേഷം ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മഹിയും ലേഖയും ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നിൽക്കുന്നു. എന്നിട്ട് മഹി ലേഖയോടായിട്ട് പറയുന്നുണ്ട്, നോക്ക് ലേഖ, നമ്മൾ ഇന്നലെ എത്ര പ്രാവശ്യം കുഞ്ഞിനെ ഉറക്കാൻ നോക്കിയിട്ടും അവൾ ഉറങ്ങിയില്ലല്ലോ. ഇപ്പോൾ ജാനമ്മ വന്ന് പ്പോഴേക്കും കുഞ്ഞ് ഉറങ്ങിയില്ലേ എന്ന് പറയുമ്പോൾ ജാനമ്മ പറയുന്നുണ്ട്, അതല്ലേ പറഞ്ഞത്, ഞങ്ങളെപ്പോലുള്ള മുത്തശ്ശിമാർക്ക് കുഞ്ഞുങ്ങളെ എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ള കാര്യം അറിയാം, അതുകൊണ്ടാണ് കുഞ്ഞ് ഇപ്പോൾ കിടന്ന് നന്നായിട്ട് ഉറങ്ങുന്നതെന്നെല്ലാം ജാനമ്മ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ലേഖ. പിന്നീട് കുഞ്ഞിന് പാല് തിളപ്പിച്ചുകൊണ്ട് വരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാനമ്മ അടുക്കളയിലോട്ട് പോകുന്നു. അങ്ങനെ ആരും കാണാതെ കുഞ്ഞിന് കൊടുക്കാനുള്ള പാലിൽ ആ പൊടി കലർത്തുന്നുണ്ട്. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി തന്നെ ജാനമ്മ മനസ്സിൽ കരുതുന്നുണ്ട്, ഈ പൊടി കുടിച്ച് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടമ്മമാരും കരയുന്നത് ഞാൻ കാണണമല്ലോ ദൈവമേ എന്നെല്ലാം ഓർത്ത് വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ജാനമ്മ അതെല്ലാം ചെയ്യുന്നത്. മകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് ജാനമ്മയ്ക്ക് അത് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ലേഖ വരുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിൻ്റെ പാലും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഇങ്ങനെ ഇത് കാണുമ്പോഴേക്കും ജാനമ്മയ്ക്ക് വളരെ സങ്കടമാകുന്നുണ്ട്. അതേസമയം മഹിയും ലേഖയും നോക്കിയിട്ട് കുഞ്ഞാണെങ്കിൽ ഉറങ്ങാത്തത് കൊണ്ട് ജാനമ്മ തന്നെ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് എടുക്കുന്നുണ്ട്. വളരെ വിഷമത്തോടു കൂടി തന്നെ കുഞ്ഞിന് ജാനമ്മ പാല് കൊടുക്കുന്നുണ്ട്. പക്ഷേ മഹിയാണെങ്കിൽ ഇതെല്ലാം കണ്ട് വളരെ സന്തോഷിച്ച് തന്നെ നിൽക്കുന്നു. കുഞ്ഞങ്ങനെ പാല് കുടിക്കുന്നത് കാണുന്നതും ജാനമ്മയുടെ മനസ്സ് കിടന്ന് വല്ലാതെ പിടയാണ്. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു മഹാപാപമാണ് താൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജാനമ്മ അത് ചെയ്യുന്നത്. മനസ്സിൽ വല്ലാത്ത വിഷമം തന്നെയുണ്ട്. അതേസമയം ജാനമ്മയെ മകൻ വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ എന്തായി എന്നെല്ലാം ചോദിച്ചുകൊണ്ട്. അപ്പോൾ ജാനമ്മ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മകനാണെങ്കിൽ ആകെ സന്തോഷമാകുന്നുണ്ട്. പക്ഷേ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളും സംഭവിക്കാതിരിക്കാനായിട്ട് സിദ്ധയായ അമ്മയുടെ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ
ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.